ഇന്ന് നമുക്കറിയാം, വന്ധ്യതയിൽ ഒരു നല്ല പങ്ക് പുരുഷൻ്റെ പ്രശ്നം കൊണ്ടാണ്. ജനിതകമായിട്ടുള്ള ആരോഗ്യം പുരുഷ ബീജാണുക്കൾക്കുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഈ പടത്തിൽ കാണുന്നത് പോലെ അവയ്ക്ക് അണ്ഡവുമായിട്ട് തുളച്ച് സംയോജിക്കുവാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ഈ പടത്തിൽ കാണുന്നത് ഒരു ഭ്രൂണം വിഭജിച്ച് വരുന്നതാണ്. ഇതുപോലെ വിഭജിക്കണമെന്നുണ്ടെങ്കിലും ആരോഗ്യമുള്ള ഹെൽത്തി ആയിട്ടുള്ള DNA ഉള്ള പുരുഷ ബീജാണുക്കൾ ഉണ്ടാവണം. അപ്പോൾ ഈ ബീജാണുക്കളുടെ ജനിതകമായിട്ടുള്ള കാര്യങ്ങൾ അബ്നോർമൽ ആണെങ്കിൽ തീർച്ചയായിട്ടും ഒന്നുകിൽ പ്രഗ്നൻസി കിട്ടാതെ വരാം, അല്ലെങ്കിൽ അബോർഷനുള്ള സാധ്യതകൾ കൂട്ടിയെന്ന് വരാം. അപ്പോൾ ആളുകൾ ചോദിക്കും, ഡോക്ടറെ ഈ DNA ഡാമേജ് കറക്റ്റ് ചെയ്യാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും ചില കേസുകളിൽ നമ്മളതിൻ്റെ കാര്യം കണ്ടുപിടിക്കണം. പുകവലിയുടെ ശീലം പുരുഷന്മാരിൽ DNA ഡാമേജ് ഉണ്ടാക്കുന്നൊരു കാര്യമാണ്. താങ്കൾ പുകവലിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താങ്കളുടെ കുഞ്ഞിന് നൽകുന്ന DNA അബ്നോർമലായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ്. പുരുഷ വന്ധ്യതാ ചികിത്സയിൽ ഫലം കിട്ടാതിരുന്നവരിൽ DNA ഡാമേജ് ഒരു പ്രധാന കാര്യമാണ് ഇന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നുണ്ട്. എനിക്കറിയാം, ഞങ്ങളൊക്കെ ചികിത്സ തുടങ്ങിയപ്പോൾ 1990-ലൊക്കെ തുടങ്ങിയപ്പോൾ ചില കേസുകളിൽ ഒരു കാരണം കണ്ടുപിടിക്കാൻ പറ്റിയിരുന്നില്ല. എന്നാൽ ഇന്ന് നമുക്ക് പലതിനും ഒരു കാരണം കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുണ്ട്. കാരണം കണ്ടുപിടിച്ചാൽ നമുക്ക് അതിനൊരു ചികിത്സ രോഗിക്ക് നൽകുവാൻ കഴിയും. ഒരു ബീജാണു എന്താണെന്ന് ചോദിച്ചാൽ അത് ഒരു DNA പാക്കുണ്ട്, അതിൽ ഒരു വാൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നതാണ്. അതിൻ്റെ പ്രവർത്തനം എന്താണ്? ഒരു അണ്ഡവുമായിട്ട് സംയോജിക്കുക, ഒരു ഭ്രൂണമായിട്ട് മാറുക. ബീജാണുക്കൾക്ക് രണ്ട് പ്രവർത്തനം പ്രധാനമായിട്ട് പറയാം. ഒന്ന്, നല്ല വാല് വേണം, ശരിക്കും മുമ്പോട്ട് പോകുവാൻ നല്ല DNA വേണം. നമ്മൾ ഈ പടത്തിൽ കാണുന്നത് പോലെ നമ്മൾ പുരുഷ ബീജാണുക്കളെ നോക്കുന്നത് അവയുടെ എണ്ണം എന്തുമാത്രമാണ്, അവയുടെ ചലനശേഷി എത്രയാണ് എന്നുള്ളതാണ്. നാം വ്യക്തമായിട്ട് മനസ്സിലാക്കണം. വന്ധ്യതാ ചികിത്സയിൽ, ടെസ്റ്റ് ട്യൂബ് ചികിത്സയിൽ ഡോക്ടർമാർ ഫേസ് ചെയ്യുന്ന ഏറ്റവും ഒരു പ്രധാന പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഈ ഭ്രൂണം ഗർഭാശയഭിത്തിയെ പറ്റിപ്പിടിച്ച് വളരുന്നില്ല. ഇതിനാണ് നമ്മൾ ഇംപ്ലാന്റേഷൻ ഫെയിലിയർ എന്ന് പറയുന്നത്. DNA ഡാമേജ് കൂടിയാൽ പ്രഗ്നൻ്റാനുള്ള സാധ്യതകൾ കുറയും. ചികിത്സയുടെ ഫലം കാണാനായിട്ട് കൂടുതൽ സമയം എടുത്തു എന്ന് വരാം. പല IUIകൾ പല സെൻറ്ററുകളിൽ മാറി മാറി ചെയ്തു എന്നും വരാം. തീർച്ചയായിട്ടും ആ കൂട്ടരിൽ പ്രഗ്നൻസി സാധ്യത കുറയുന്നു മാത്രമല്ല, അബോർഷനുള്ള സാധ്യതകൾ കൂടുന്നുവെന്ന് ചില പഠനങ്ങൾ വെളിവാക്കുന്നുണ്ട്.